പ്രണയം പ്രകടിപ്പിക്കുമ്പോ അങ്ങനെ നമുക്കിപ്പോ ഭയങ്കര നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലായി ഫിസിക് ഈ ശരീരമുള്ള ആൾക്കാർക്ക് പ്രണയമില്ല. ഒരു സീനുണ്ട്, അതായത് ഇവരുടെ ഒരു ഇമോഷണൽ സീനുണ്ട്. ആ സീനിൽ ഒരു പാട്ടാ, ഇന്ദ്രേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടാ. അതില് ഇന്ദ്രേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രേട്ടൻ പാടിയിരിക്കുന്ന പാട്ടില് ബാബുചേട്ടൻ നടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ശരിക്കും മമ്മൂക്ക നടന്നു വരുന്നതാണ് നമുക്ക് തോന്നുള്ളൂ. ശരിക്കും നിങ്ങൾ പടം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും മമ്മൂക്കയുടെ മാനറിസംസ് ഒരുപാടുണ്ട്. ഒന്നല്ല, ഞാൻ ആ സിറ്റുവേഷൻ കവർ ചെയ്ത് പോന്നിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കത് നടപ്പൊക്കെ അറിയാം. ജീവിതത്തിൽ നമ്മൾ എന്തോരം നടന്നേക്കണതൊക്കെ. അല്ല ഇതൊക്കെ എന്നറിയാമോ, നമ്മൾക്ക് ഒരേ അവസരങ്ങൾ കിട്ടുമ്പോഴല്ലേ. ഇപ്പൊ ഈ എന്ന് വെച്ചാല് കോമഡി, പിന്നെ കോമഡി ഇയാൾക്ക് കോമഡി അറിയുള്ളൂ. നമ്മൾ ഓരോന്നും മാറ്റി മാറ്റി ചെയ്ത് ഇതാണ്. അതുപോലെ ഇങ്ങനൊരു സംഭവം കിട്ടി, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് വേറെ വേറെ കഥാപാത്രം കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സ്. പിന്നെ അത് നമ്മൾ ചലഞ്ചായിട്ട് എടുക്കും. അപ്പൊ നമ്മൾ 30 വർഷത്തെ നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ ആലോചിക്കും. ഇത് കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ 10 വർഷം ഊമയായിരുന്നല്ലോ, അതൊക്കെ ആലോചിച്ചിട്ടാണ് തകർക്കണം. അല്ലാണ്ട് ഇവര് പറഞ്ഞ പോലെ അല്ല. നമ്മുടെ മനസ്സിൽ അന്നത്തേക്കുള്ള പകയാണ് അതൊക്കെ. അന്നും നമുക്ക് കിട്ടാതെ പോയ സംഭവങ്ങൾ, ആഗ്രഹിച്ച സംഭവങ്ങൾ, ആഗ്രഹിച്ച സംഭവങ്ങളല്ല. നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടൊക്കെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മുഖം സോഫ്റ്റാന്ന് വെച്ചിട്ട് ഇവിടെയൊക്കെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് മാർക്കൊക്കെ ഇട്ട് അങ്ങനെയാണ് വില്ലനാക്കണം. അതുപോലെ നമ്മൾ ഡബ് ചെയ്യാനായിട്ട് ബാബുരാജിന്റെ വോയിസ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യണത് മഴവിൽ കൂടാരത്തില് ഷിജുവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ തന്നെ എന്റെ വോയിസ് ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല, സോഫ്റ്റ് വോയിസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറിയില്ലേ. പക്ഷെ ബാബുചേട്ടന്റെ റൊമാൻസ് ശരിക്കും ആ പാട്ട് ഒരുപാട് പേജുകളിൽ ഷെയർ ആയി പോയി. അതായത് ഒരുപാട് പേർക്ക് കണക്ട് ആയി ആ പാട്ട്. ഞങ്ങൾ ഇന്നലെ ഒരു ഡിസ്കഷൻ ഇതിനെപ്പറ്റി നടന്നപ്പം ചേട്ടൻ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര അഡ്വാൻസ്ഡ് അല്ലേ, ഫോൺ ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് അറിയാം, ഇത് സ്പോയിൽ ചെയ്യാണ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ. കാരണം നമ്മൾ വി ആർ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. മെസ്സേജ് ചെയ്യാം, നമ്മൾ എപ്പോഴും നമ്മൾ നേരിട്ട് ഒരാളോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലോ വൈബോ അല്ലെങ്കിൽ കണക്ഷനോ ഒരിക്കലും നമുക്ക് ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് മെസ്സേജ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു ഹാർട്ട് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കിസ്സിങ് ഇമോജി അയക്കുന്നത് കൊണ്ട് എന്ത് ഇമോഷനാണ് അവിടെ കൺവേ ആവുന്നില്ല. അപ്പൊ നമ്മളിത് വല്ലാതെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുക ചെയ്യുന്നത് ഈ ഓൺലൈൻ. ഇത് ഇല്ലാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷൈനി പറഞ്ഞതുപോലെ പ്രണയമാണ് അല്ലേ, പ്രണയമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും പ്രണയമുണ്ട്, പ്രണയമുള്ള കാലഘട്ടങ്ങളുണ്ട് അല്ലേ. ഈ സിനിമയിലേക്ക് കഥ കേട്ട് ചെന്നപ്പം ഷൈൻ ഇത് ചെയ്യാം, ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തോന്നാനുള്ള എലമെന്റ് എന്താണ്? ഞാൻ പ്രണയം എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഉണ്ട് പല സമയങ്ങളിലായിട്ട്. വിവാഹബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല. അത് അറേഞ്ച് മാരേജ് ആണ്. അങ്ങനെ പ്രണയം സംഭവിക്കുന്നില്ലല്ലോ. അറേഞ്ച്ഡ് ആയിട്ട് റിലേഷൻഷിപ്പ് സെറ്റ് ആവുന്നു. അതിലെന്തുകൊണ്ട് പ്രണയം സംഭവിക്കില്ല? ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് സംഭവിക്കാതിരിക്കാം അല്ലേ. എല്ലാ മനുഷ്യരും കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവരല്ല. എല്ലാ മനുഷ്യർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റും. ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ അയാൾ മാത്രമായിട്ട്. അപ്പം അത് അറിയാതെ അവരെ നമ്മൾ വിവാഹത്തിലേക്കോ ഈ ജീവിതത്തിലേക്കോ കൊണ്ടുപോകുമ്പോഴും ഇവിടെ എല്ലാവരും കല്യാണം കഴിക്കേണ്ട കാര്യമില്ല നാട്ടിലെ. മനസ്സിലായോ? വളരെ ഷുവറാകുമ്പോ മാത്രം കല്യാണം കഴിച്ചാൽ മതി. എന്താണ് ലൈംഗിക താല്പര്യമെന്ന് ദയവ് ചെയ്ത് കല്യാണത്തിന് മുന്നേ ചോദിക്കണം. അതിലാലേക്ക് പെണ്ണിനോടാണോ താല്പര്യം, ആണിനോടോ, അത് രണ്ടോ? മനസ്സിലായോ? ഇതിനെന്ത് ചെയ്യും, ഭയമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമാണോ? ഇത് ബാങ്ക് ബാലൻസും സ്ഥലവും നോക്കിയിട്ടല്ല കല്യാണം കഴിപ്പിക്കണം. അവസാനം രണ്ടുപേരും പരിപാടി നടത്തുന്ന ജീവിതം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന അല്ലേ ബാബുചേട്ടാ? ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്, നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഓരോ ആളുകളെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ സെലക്ട് അറേഞ്ച് മാരേജിൽ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടി അഡ്വാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇസ്രായേലിക്കാരുടെ മോള് കല്യാണം കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവളുടെ ഇഷ്ടമാണോ നോക്കിയിരുന്നത്? തീർച്ചയായിട്ടും. അതില് വേറെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായില്ല, ഇല്ല, പ്രഷർ ഒന്നും ഉണ്ടായില്ല, ഇല്ല. ഓക്കെ. പക്ഷെ എല്ലാ വീടുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആവണമെന്നില്ല. അധികം മാധ്യമ പ്രവർത്തകന് ഏറ്റവും ഉയർന്ന് ചിന്തിക്കേണ്ട. പക്ഷെ അവരവരുടെ താല്പര്യത്തിന് കല്യാണം കഴിച്ചിട്ടും എല്ലാവരും സന്തോഷമായി നിൽക്കണമെന്നില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറയണത് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണും ഒരു ആണും ഒരു മുറിയിൽ ഡോറ് തുറന്ന് ഇറങ്ങി വന്നാൽ സിനിമകളുടെ ഏറ്റവും വലിയ കഥ ക്ലൈമാക്സ് ഒക്കെ അത് തന്നെ. ഇറങ്ങി വന്നാൽ വേറെ ഏത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് ഷെയറിംഗ് റൂമിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് താമസിക്കാം. കാലം മാറി.
പണ്ടത്തെ പല കഥകളും എന്താണ്, പോലീസ് വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നു സിനിമ. ഇന്നത്തെ പിള്ളേർ ആ പടം കണ്ടു കഴിഞ്ഞവർക്ക് എന്ത് മണ്ടത്തിനും അതിന് പോലീസ് റെയ്ഡ് ചെയ്യുന്ന ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിച്ചാൽ ഏറ്റവും പ്രശ്നം പെൺകുട്ടിക്ക് 1/2 മണിക്ക് ശേഷം പുറത്ത് കാണുകയോ അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ടായി ആണുങ്ങളോട് സംസാരിക്കുകയോ അത് പ്രശ്നമായി. അപ്പൊ ആ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം വന്നു ചേർന്നിട്ടുണ്ട്. മഹിമ പറഞ്ഞ പഴയ കാലഘട്ടം അല്ലാന്ന് മഹിമ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. ഇന്നിപ്പോ വിരൽത്തുമ്പിൽ നിൽക്കുകയാണ്. അന്ന് ഒരാഴ്ച ബാബുച്ചേട്ടൻ പറഞ്ഞു ഒരു കുർബാനയ്ക്ക് വരുമ്പോഴാണ് കാണാൻ പറ്റും, അടുത്ത കുർബാനയ്ക്ക് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്. അതിന് സ്നേഹം കൂടുവാണ്. മാധ്യമ പ്രവർത്തനത്തിൽ വ്യത്യാസം വരണം. നമ്മളൊരു കേസ്, സോളാർ കേസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CD എടുക്കാൻ പോയതാണ്. CD എടുക്കാൻ പോയതല്ല, എന്ത് പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വിഷ്വലി കാണിച്ചത്, ആരാ, ഇത് എവിടെ കൂടുതൽ അല്ലേ, എന്തിലൂടെയാണ് ആ ന്യൂസിനെ മാർക്കറ്റ് ചെയ്തത്. ശരിയാണ്. ആ വിവാദം എന്താണെന്നോ അതിന്റെ പ്രശ്നം എന്താണോ സംസ്ഥാനത്ത് നേരിട്ട നഷ്ടം എത്രയാണെന്നോ ആരും അല്ല. അല്ല, നമ്മുടെ നാട്ടില് കേരളത്തിൽ പൊതുവെ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണിക്കുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകും. ചില ഉദ്ഘാടനങ്ങളിലൊക്കെ നമ്മൾ വിളിക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ അറിയാമല്ലോ, എന്താ ഈ ലോകം. അതിനുവേണ്ടി അപാലവൃതം ജനങ്ങളും വരുന്നു, മലമുകളിൽ നിന്ന് കണ്ടു കാണാത്ത ആൾ പോലെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൽ. ഇല്ലേ? അങ്ങനെയുള്ളവർക്ക് ഉദ്ഘാടനം. അല്ല 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 അതാണ് നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ പറയുന്നു നമ്മൾ ഭയങ്കര പ്രബുദ്ധരാന്ന് പറയുന്നു, ഒരു സമയത്ത് നമ്മൾ കാണിക്കുന്ന സംഭവം ഇതും. അപ്പോൾ മലയാളിയുടെ ഒരു ടിപ്പിക്കൽ സംഭവം അതാണ്, കളിയാക്കലിലൂടെ കാര്യങ്ങൾ. അതന്നെ കളിയാക്കുന്നത്. ഞാനും താങ്കളും എല്ലാം ഉൾപ്പെടുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം കളിയാക്കലാണ്. കാരണം വേണമെന്നൊന്നുമില്ല, വെറുതെ പിന്നെ ഒന്നുമില്ലെങ്കിൽ പോലും കളിയാക്കും. അതിനൊന്നൊരു കാരണം വേണമെന്നില്ല. അതിപ്പം അതായത് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട് അതില്. കാരണം അല്ല, അതിന് ഏറ്റവും കൂടുതൽ വാർത്താ ചാനൽ ഉള്ളത് കേരളത്തിലാണ്. എല്ലാം വാർത്തകൾ. അല്ല, അത് ഈ പറഞ്ഞ നമ്മള് വീടുകളിലാണെങ്കിലും ന്യൂസ് എല്ലാം സ്ത്രീകൾക്ക് വരെ വലിയ താല്പര്യം. മറ്റത് സിനിമ കാണുമോ അല്ലെങ്കിൽ സീരിയൽ കാണുമോ, അതിൽ നിന്നൊക്കെ ഇപ്പൊ മാറി ന്യൂസ് കാണാനാണ് താല്പര്യം കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോയിന്റുകളാണ്. എനിക്ക് വളരെ ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താന്ന് പറയുക, ഇതിന്റെ ഇടയിൽ എവിടെയോ ഗുരുവായൂരെങ്ങാനും ക്ഷേത്രത്തിൽ പോയപ്പോൾ നമ്മളോട് വന്ന് പറയുന്ന മഹിമയുടെ സിനിമ കണ്ടിട്ടുണ്ടെന്നല്ല, മഹിമയുടെ യൂട്യൂബിൽ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ സിനിമയെക്കാളും ആൾക്കാർ കാണുന്നത് ഈ യൂട്യൂബിൽ വരുന്ന ഇന്റർവ്യൂസും റീൽസും വീഡിയോസും. അപ്പൊ എനിക്ക് വളരെ കൗതുകം തോന്നി. ഇത് വളരെ എന്താ ഫണ്ണി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അഭിനയിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന സിനിമയിലാണ്. ഷൈൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കണം എനിക്ക് സിനിമയില് യൂട്യൂബ് ആയിരിക്കും. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടാ. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.